നമസ്കാരം. പി അൻവർ കൊടുത്ത പത്രികയിൽ ഒന്ന് തള്ളപ്പെട്ടു. അതേതാണ് തള്ളപ്പെട്ടെന്നറിയാമോ? തൃണമൂൽ കോൺഗ്രസിൻ്റെ ബാനറിൽ മത്സരിക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ആപ്ലിക്കേഷനാണ് തള്ളപ്പെട്ടത്. കൊടുക്കാനുള്ളത് കൊടുക്കും ചെയ്തു, തള്ളാനുള്ളത് തള്ളും ചെയ്തു. അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല പേരുണ്ടാവില്ല. അതേസമയത്ത് അതേസമയത്ത് തള്ളാനുള്ളത് തള്ളിക്കഴിഞ്ഞാൽ ഞാൻ സ്വതന്ത്രനായിട്ടല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. എന്തൊരു തന്ത്രജ്ഞതയാണ് പി അൻവർ കാണിക്കുന്നതെന്ന് അറിയാമോ? എന്താണ് പി അൻവറിൻ്റെ ലക്ഷ്യം? മലപ്പുറത്ത് ഞാൻ നിലമ്പൂരിൽ അവിടെ ഞങ്ങളുടെ ലേഖകന്മാർ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ഇതുവരെ താഴെ തട്ടിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചിട്ടേയില്ല. വെറും പത്രപ്രസ്താവനയുമായി കഴിഞ്ഞുകൂടുകയാണ്. പത്രക്കാരെ കാണുന്നു, പത്രസമ്മേളനം നടത്തുന്നു, എന്നിട്ട് അതിലൂടെ കുറേ വാചകമടിക്കുന്നു എന്നല്ലാതെ താഴെ തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ അധികം തയ്യാറാവാത്തതിന് കാരണം അദ്ദേഹത്തിന് ഒരൊറ്റ അജണ്ടയേ ഉള്ളൂ. അദ്ദേഹത്തിന് 10-25 കോടി രൂപ പിരിക്കണം കേരളത്തിൽ നിന്ന്. പല പ്രമുഖരായ ആളുകളെയും ഇതിനകം തന്നെ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുകയും അതേ ഫണ്ട് പിരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതായത് ഇക്കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന ഒന്ന് കേൾക്കാം നമുക്ക്. ആദ്യം അദ്ദേഹം പറഞ്ഞ 5 പൈസ കയ്യിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവന ഒന്ന് കേട്ടു നോക്കൂ. അപ്പൊ അതുപോലെ ആർക്കറിയാം, രണ്ടു കൂട്ടർക്കും അറിയാം അൻവറിന്റെ ബാങ്ക് ബാലൻസ് എന്താണ്, സ്ഥിതി എന്താണെന്നില്ല എല്ലാവർക്കും അറിയാലോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ തള്ളുകയാണ്. ഇവൻ ഒരു ചുക്കും ചെയ്യില്ല എന്ന് ഇവർക്കറിയാം. അത് രണ്ടാമത്തെ ഭാഗം. അപ്പോൾ ഇനി എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ വികലാംഗനാണ്, നിസ്സഹായനാണ്. ഈ രണ്ട് കൂട്ടരുടെയും കരാള ഹസ്തത്തിൽ ഇങ്ങനെ ഞെക്കിയിട്ട് അങ്ങോട്ട് പീക്കിയിട്ട് അങ്ങോട്ട് പുറത്തേക്ക് എറിയോല്. എന്നാലും ജീവനാണ് ഇപ്പോൾ ആകെ ബാക്കിയുള്ളത്. മനസ്സിലായി? വെറും ജീവൻ മാത്രമാണ് ബാക്കിയുള്ളത്. ആ ജീവൻ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ പാവട്ട മനുഷ്യന്മാരുമായിട്ട് ഞാനൊന്ന് ആലോചിച്ചോട്ടെ. അതായത് എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് ഞാൻ ഇലക്ഷന് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് വൈകുന്നേരമായപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താ, അതും കേൾക്കാം. മനുഷ്യന്മാർ ഇവിടെ ഉണ്ടാവും. എന്താണ് ഓരോ ദുരന്തമായിട്ട് വരിക. ഇപ്പോഴെന്താ പി അൻവർ ഭയങ്കര മലയാളിയല്ലേ? കടം വാങ്ങി സഹായിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി. വിത്തെടുത്ത് കുത്തി തിന്ന് വിത്തും കഴിഞ്ഞു. 1 ഇഞ്ച് ഭൂമി എനിക്ക് വിൽക്കാൻ കഴിയും. നിങ്ങൾ ഇവരുണ്ടാക്കിയ കേസ്, ഒരു മിച്ച ഭൂമി കേസ് 222 ഏക്കർ എന്നൊക്കെ നിങ്ങൾ കേൾക്കണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. എന്താ വസ്തുത പടച്ചോന്നറിയാം. ഞാൻ അവിടെ വരേൽപ്പിക്കുക. അപ്പം എനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട്, ശേഷിയില്ല. ആഗ്രഹമുണ്ട്, ശേഷിയില്ല. അപ്പം ഞാൻ ഈ ജനങ്ങളോട് ഇപ്പം എന്താ പറഞ്ഞാൽ, അൻവറിൻ്റെ രാഷ്ട്രീയം ഇപ്പോൾ ഈ മുന്നണിയിൽ വന്നില്ലെങ്കിൽ അവസാനിക്കുന്നുണ്ട്. ഞാൻ ഓരോ രാഷ്ട്രീയം കണ്ടിട്ടല്ല. ഭൂരിപക്ഷത്തെ കണ്ട് ഭയപ്പെടരുത്, നീ നീതിയോടൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞുകൊടുത്ത് നിൽക്കും. ഞാൻ ഈ പച്ച പാവപ്പെട്ട സാധുക്കളെ കണ്ടിട്ടാ. അപ്പം മത്സരിക്കണം ഇതിനെ പോരാടണമെന്ന് എന്നെ സ്നേഹിക്കുന്ന ആളുകൾ എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. അതിൽ ഗതിയില്ലാത്തവർ വരെ പറഞ്ഞാൽ അൻവറാക്ക ഞാനൊരു 25,000 ഉറുപ്പിക ഉണ്ടായിത്തരാം, ഞാൻ 50,000 ഉണ്ടായിത്തരാം, ഞങ്ങളൊക്കെ പാടെ കൂടിയിട്ട് 2 ലക്ഷം ഉണ്ടായിത്തരാം. ആരായി പാവപ്പെട്ടെ ഈ തൊഴിലാളികൾ വന്നിട്ട് പറയാം. നിലമ്പൂരിൽ നിന്ന് വിളിക്കുകയാണ്, ഈ വാർഡിലെ കാര്യം ഞങ്ങളേറ്റ്, നിങ്ങൾ ഇങ്ങോട്ട് വരും വേണ്ട, പൈസയും തരണ്ട. മനസ്സിലായോ? അപ്പം അതുപോലെ ആർക്കറിയാം, രണ്ടു കൂട്ടർക്കും അറിയാം അൻവറിന്റെ ബാങ്ക് ബാലൻസ് എന്താണ്, സ്ഥിതി എന്താണെന്നില്ല എല്ലാവർക്കും അറിയാലോ. അപ്പം അതൊക്കെ ഇങ്ങനെ തള്ളുകയാണ്. ഇവൻ ഒരു ചുക്കും ചെയ്യില്ല എന്ന് ഇവർക്കറിയാം. അത് രണ്ടാമത്തെ ഭാഗം. അപ്പോൾ ഇനി എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ വികലാംഗനാണ്, നിസ്സഹായനാണ്. ഈ രണ്ട് കൂട്ടരുടെയും കരാള ഹസ്തത്തിൽ ഇങ്ങനെ ഞെക്കിയിട്ട് അങ്ങോട്ട് പീക്കിയിട്ട് അങ്ങോട്ട് പുറത്തേക്ക് എറിയോല്. എന്നാലും ജീവനാണ് ഇപ്പോൾ ആകെ ബാക്കിയുള്ളത്. മനസ്സിലായി? വെറും ജീവൻ മാത്രമാണ് ബാക്കിയുള്ളത്. ആ ജീവനും വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ പാവട്ട മനുഷ്യന്മാരുമായിട്ട് ഞാനൊന്ന് ആലോചിച്ചോട്ടെ. അതുകൊണ്ട് ഇപ്പം ഇതാണ് സ്ഥിതി. എനിക്ക് വേറൊന്നും പറയാനില്ല. ജനങ്ങൾ ആലോചിക്കട്ടെ, തീരുമാനിക്കട്ടെ. അദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ഇലക്ഷന് നിൽക്കണ്ട എന്ന് പറഞ്ഞോടുകൂടി നാട്ടിലെ നാനാമുക്കുകളിൽ നിന്നും ആളുകൾ പണവുമായി വരികയാണ്, ഞാൻ ആ പണം സ്വീകരിച്ച് അവർ പറയുന്നത് കേൾക്കണ്ടേ എന്നുള്ളതാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം? അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ ഇലക്ഷനിൽ മത്സരിക്കണമെങ്കിൽ ഒരു ബൂത്തിൽ 3 ലക്ഷം രൂപ ചെലവഴിക്കാൻ തയ്യാറായാൽ മാത്രമേ എനിക്ക് മത്സരിക്കാൻ പറ്റുകയുള്ളൂ, ഒരു സ്ഥാനാർത്ഥിക്ക് നിന്ന് വിജയിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ 263 ബൂത്തുകളിലെ ഏറ്റവും ചെറിയ 8 കോടി രൂപ ഏറ്റവും ചുരുങ്ങിയ 8 കോടി രൂപ വേണമെന്ന് പറഞ്ഞിട്ട് കോടിക്കണക്കിന് രൂപയാണ് അദ്ദേഹം പല ആളുകളെയും വിളിച്ച്, കളങ്കിതരായ പല ആളുകളെയും വിളിച്ച് ഭീഷണിപ്പെടുത്തി പൈസ പിരിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഇതേപോലെയുള്ള പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നുവെന്നും ഇലക്ഷൻ്റെ പേരിൽ ആ പണം പിരിച്ചു കിട്ടുക എന്നുള്ളതല്ലാതെ ജയിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അജണ്ടയല്ല
എന്നുള്ള വിവരമാണ് നിലമ്പൂരിൽ നിന്ന് വരുന്നത്. അതായത് ഇലക്ഷനിൽ ആദ്യം തന്നെ അദ്ദേഹം ആര്യാടൻ ഷൗക്കത്തിനെ അശ്ലീലം പറഞ്ഞ് അദ്ദേഹത്തെ വളരെ മോശമായി അധിക്ഷേപിച്ചുകൊണ്ടുള്ള പ്രസ്താവന പുറപ്പെടുവിച്ചത് തന്നെ UDF-ൽ കലാപമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ്. അങ്ങനെ UDF-ൽ കലാപമുണ്ടാക്കി അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ തള്ളണം, അത് UDF-െ തള്ളിക്കളയണം, അദ്ദേഹത്തിന് ഇലക്ഷൻ നിൽക്കാൻ പറ്റും. അപ്പം പിണറായി വിജയനെതിരെയുള്ള ആളുകളെയും UDF-നെതിരെയുള്ള ആളുകളെയും അദ്ദേഹത്തിന് സമീപിക്കാനും പണം പിരിക്കാനും പറ്റും. അങ്ങനെ ഇലക്ഷനിൽ അദ്ദേഹത്തിന് എത്ര വോട്ട് കിട്ടുമെന്നാണ് കരുതുന്നത്? നമുക്കറിയാം, മാക്സിമം പോയാൽ അദ്ദേഹത്തിന് മുമ്പ് അദ്ദേഹം ലോക്സഭാ ഇലക്ഷനിൽ നിന്നപ്പോൾ നിലമ്പൂരിൽ നിന്ന് 8800 വോട്ടാണ് കിട്ടിയത്. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് എത്രയാണ്? 81,000 വോട്ടിൻ്റെ അടുത്താണ് കിട്ടിയെന്ന് തോന്നുന്നു. 80,000 വോട്ടിൻ്റെ അടുത്താണ് കിട്ടിയത്. ആ വോട്ടിൽ അദ്ദേഹം 2800 വോട്ടിനാണ് അയച്ചത്. കഴിഞ്ഞ പ്രാവശ്യം BJP-യുടെ 4000 വോട്ടും കൂടെ പിടിച്ചു വാങ്ങിയിട്ടാണ്, അവരുടെ വോട്ടും കൂടി കിട്ടിയിട്ടാണ് നിലമ്പൂരിൽ അദ്ദേഹം ജയിച്ചിട്ടുള്ളത്. ആ നിലമ്പൂരിൽ ജയിക്കുമ്പോൾ അദ്ദേഹത്തിന് ഏതൊക്കെ വോട്ടുകളാണോ അദ്ദേഹത്തിന് കിട്ടിയത് അതെല്ലാം ഇടതുപക്ഷ വോട്ടാണ്. ആ ഇടതുപക്ഷ വോട്ട് കുറയുമ്പോൾ ആർക്കാണ് നഷ്ടം? കൃത്യമായി പറഞ്ഞാൽ പിണറായി വിജയനാണ് നഷ്ടം. അദ്ദേഹത്തിന് 8800 വോട്ട് സ്വന്തമായി കിട്ടിയിട്ടുണ്ട്. ആ 8800 വോട്ടും കൂടി കൂട്ടിയിട്ടാണ് കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് ഇലക്ഷനിൽ വിജയിച്ചിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ അദ്ദേഹത്തിന് ആ 8800 വോട്ട് നേരെ കുറയും ഇടതുപക്ഷത്തിന്. ആ ഇടതുപക്ഷത്തിന് കുറഞ്ഞാൽ UDF-ന് വിജയം ഉറപ്പാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിലമ്പൂരിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിരുദ്ധ, സർക്കാർ വിരുദ്ധ തരംഗമാണ്. അവിടെ ഏറ്റവും ചുരുങ്ങിയ 15% വോട്ട് കുറയുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് തന്നെയുണ്ട്. അങ്ങനെ വരുമ്പോൾ 12,000 വോട്ട് കുറയും. ആ 12,000 വോട്ട് കുറയുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 8,800 വോട്ടോ 9,000 വോട്ട് കുറഞ്ഞാൽ 70,000 വോട്ടാണ് പിന്നീട് LDF-ന് ഉണ്ടാവുക. ആ LDF-ന്റെ 8,000 ആ വോട്ടിൽ നിന്ന് വീണ്ടും 15% വോട്ട് കുറയാന്ന് പറഞ്ഞാൽ 10,500 അല്ലെ 12,000 വോട്ട് കുറയും. അങ്ങനെ വരുമ്പോൾ 70,000-ൽ നിന്ന് എത്ര വോട്ട് കുറയും? 58,000 വോട്ടായി കുറയും. ഈ 58,000 വോട്ടായി കുറഞ്ഞാൽ UDF-നാകട്ടെ എത്ര വോട്ടായി കൂടും? 77,000 വോട്ടിൽ നിന്ന് ഈ 12,000 വോട്ട് കൂടി കഴിഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ 89,000 വോട്ടായി കൂടും. 89,000 വോട്ട് UDF-ന് കിട്ടുമ്പോൾ അതേസമയത്ത് CPM-ന് 59,000 വോട്ടായി 58,000 വോട്ടായി മാറുമ്പോൾ 30,000 വോട്ടിന് ആര് ജയിക്കും? നമ്മുടെ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും. ഇതാണ് നിലമ്പൂരിലെ യഥാർത്ഥ സ്ഥിതി. ഇത് തന്നെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ടും പറയുന്നത്. അതായത് PV അൻവർ കൂടെ ഇല്ലെങ്കിലും 30,000 വോട്ടിന് ജയിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ആര്യാടൻ ഷൗക്കത്തിനുള്ളത്. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് VD സതീശൻ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ശക്തമായ രൂപത്തിൽ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, UDF-നെ എല്ലാം കൈയിട്ട് അമ്മാനമാടാൻ ശ്രമിച്ച PV അൻവറിനെ വെട്ടിമാറ്റിയത്. ആ ധീരമായ നിലപാടിനെയാണ് ജയശങ്കർ കൃത്യമായി പറഞ്ഞത്. ശക്തമായ നിലപാടെടുക്കാൻ കഴിവുള്ള, ഉമ്മൻചാണ്ടിയെ പോലെ അങ്ങനെ ഇങ്ങോട്ടും പറയുന്ന ആളല്ല. ശക്തമായി നിലപാടെടുക്കാൻ കഴിവുള്ള, പോരാട്ടം നടത്താൻ കഴിവുള്ള നേതാവാണ് VD സതീശൻ. VD സതീശൻ തരംഗമാണ് സത്യത്തിൽ കേരളത്തിൽ മുഴുവൻ ആഞ്ഞടിക്കുന്നത്. കാരണം PV അൻവറിനെ അടിച്ച് നിരപ്പാക്കിയ നേതാവ് എന്നുള്ള നിലയിൽ മാത്രമല്ല, ഇത്തരത്തിൽ കൃത്യമായി കണക്കുകളുടെ രാജകുമാരനാണ് VD സതീശൻ. അദ്ദേഹം പുതുപ്പള്ളിയിലും അതേപോലെ തൃക്കാക്കരയിലും പാലക്കാടും വിജയിപ്പിച്ചതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നിലമ്പൂരിൽ ആഞ്ഞടിക്കുന്നത്. കൃത്യമായി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ജയശങ്കർ പറഞ്ഞ വാചകങ്ങൾ 100% ശരിയാണ്. VD സതീശൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന ചാഞ്ചാട്ടമുള്ള ഒരു നേതാവല്ല. ഉറച്ച തീരുമാനമുള്ള, ശക്തമായ പോരാട്ടം നടത്താൻ കഴിവുള്ള, ദീർഘദൃഷ്ടിയുള്ള, പ്ലാനിംഗ് ഉള്ള ഒരു നേതാവാണ്. അദ്ദേഹം ശക്തനായ നേതാവ് തന്നെയാണ് എന്നുള്ളതാണ് പറഞ്ഞത്. തീരുമാനം എടുക്കാൻ കഴിവുള്ള നേതാവ്, അദ്ദേഹത്തെയാണ് ജനങ്ങൾ അംഗീകരിക്കുന്നത്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കാല് പിടിച്ച് നടക്കുന്ന ഒരു നേതാവല്ല VD സതീശൻ എന്ന് തെളിയിച്ചിരിക്കുകയാണ്. നന്ദി, നമസ്കാരം.